ശിവപുരാണമനുസരിച്ച് മറ്റേതൊരു ദൈവത്തെക്കാളും വ്യത്യസ്തനായ ദൈവമാണ് ശിവൻ. ശിവൻ എല്ലാ ദൈവങ്ങളിലും അതുല്യനാണ്. എല്ലാവരുടെയും ദൈവവുമാണ്. ചിലപ്പോൾ ശിവൻ സന്യാസിയാണ്. ഏറെക്കാലം ധ്യാനത്തിലിരിക്കുന്നത് ശിവന്റെ ശീലമാണ്. സൃഷ്ടാവ്, സംഹാരകൻ, സംരക്ഷകൻ തുടങ്ങിയ നിലകളിൽ പലപ്പോഴും പല മുഖങ്ങളോടെയാണ് ശിവനെ കാണുന്നത്. ശിവൻ നന്മയും തിന്മയും ഉൾക്കൊള്ളുന്നു. ശിവൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ഇല്ലാത്തത് എന്നാണ്. അങ്ങനെ ഇല്ലാത്ത ഒന്നിനു വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഭൗതികമായി കാണുന്നതാണ് ഉള്ളത്. ആ ഉള്ളതിനും അപ്പുറത്തുള്ളതാണ് ഇല്ലാത്തത്. ഇത് ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്ത് എന്ന് മനസ്സിലാക്കാം. ക്ഷേത്രം എന്നതൊരു ദ്വാരമാണ്. അതിൽ കൂടി വേണം നമ്മൾ അകത്തേക്ക് കടന്നു ചെല്ലാൻ. ഇല്ലാത്ത ഒരിടത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ശിവക്ഷേത്രത്തിനകത്തൊരു പ്രതീകമെന്ന നിലയിലാണ് ലിംഗപ്രതിഷ്ഠ. ശിവലിംഗത്തിന്റെ ആകൃതിയെപ്പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. പ്രപഞ്ചമൊരു മുട്ടയുടെ ആകൃതിയിലാണെന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. മുട്ടയ്ക്ക് അണ്ഡമെന്ന് പറയും. പ്രപഞ്ചത്തെ കുറിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൽ ഉപയോഗിച്ചു വരുന്ന വാക്ക് ബ്രഹ്മാണ്ഡമെന്നായിരുന്നു. ബ്രഹ്മമെന്നാൽ ഏറ്റവും വലുത്. അണ്ഡാകൃതിയിലുള്ള പ്രപഞ്ചത്തിന്റെ ചെറിയ പതിപ്പാണ് ശിവലിംഗം. ശിവലിംഗത്തെ ആരാധിക്കുന്നതിലൂടെ പ്രപഞ്ചത്തെ ആകെ ഈശ്വര ചൈതന്യമായി കണ്ട് ആരാധിക്കുന്നതായാണ് സങ്കല്പം. മറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വരനെ ആരാധിക്കുന്നതല്ല അതിന്റെ തത്വം. മനുഷ്യനും ജീവജാലങ്ങളും ഉൾപ്പെട്ട പ്രപഞ്ചത്തിന് ചെയ്യുന്ന സേവ ശിവപൂജയായി കാണാനാണത് പഠിപ്പിക്കുന്നത്. അഹങ്കാരമാകുന്ന മുട്ടത്തോടിനുള്ളിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞിനെ പോലെയാണ് ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ. മുട്ടത്തോടിനുള്ളിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞിന് സ്വാതന്ത്ര്യമില്ല. ആകാശത്തിന്റെ സ്വാതന്ത്ര്യം സ്വപ്നം കാണാനേ അതിന് കഴിയൂ. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയില്ല. അതിന് കഴിയണമെങ്കിൽ തള്ളപ്പക്ഷിയുടെ ചൂടിൽ മുട്ടത്തോട് വിരിഞ്ഞ് പുറത്തു വരണം. അതുപോലെ ആത്മാനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അഹങ്കാരമാകുന്ന മുട്ടത്തോട് പൊട്ടണം. ആ ബോധമുണർത്താൻ മുട്ടയുടെ ആകൃതിയിലുള്ള ശിവലിംഗം സഹായിക്കും. ആകാശലിംഗ പാഹിമാം, ആത്മലിംഗ പാഹിമാം എന്നും മറ്റും നാം പാടുമ്പോൾ ആകാശം പോലെ സർവ്വവ്യാപിയായ ഈശ്വരൻ നമ്മളെ രക്ഷിക്കട്ടെ, നമ്മുടെ തന്നെ ശരിയായ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ് നമ്മളെ രക്ഷിക്കട്ടെ എന്നൊക്കെയാണ് ആ വരികളുടെ അർത്ഥം. കാമദേവനെ തൃക്കണ്ണാൽ ദഹിപ്പിച്ചവനാണ് ശിവൻ എന്ന് പുരാണകഥ പറയുന്നു. ഇന്ന് ഭൗതികമായവയെ നാം സത്യമെന്നും നിത്യമെന്നും സ്വന്തമെന്നുമൊക്കെ കരുതുന്നു. അവ കാണാനുള്ള കണ്ണ് മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ ജ്ഞാനത്തിൻ്റെതായ മൂന്നാം കണ്ണ് തുറന്നാൽ മാത്രമേ അവയൊക്കെ നശ്വരമാണെന്നും ആത്മചൈതന്യം മാത്രം നിത്യമാണെന്നും മനസ്സിലാക്കി പരമമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. അപ്പോൾ അവിടെ ആണെന്നും പെണ്ണെന്നും എന്റേതെന്നും നിന്റേതെന്നുമുള്ള ഭേദമില്ല. അതാണ് കാമൻ നശിക്കുന്നു എന്ന് പറയുന്നത്. ഈ തത്വം ഉൾക്കൊണ്ട് മനസ്സിനെ കാമമുക്തമാക്കാൻ സഹായിക്കുന്നതാണ് ശിവലിംഗം. അതുകൊണ്ടാണതിനെ ആണും പെണ്ണും ചണ്ഡാലനും ബ്രാഹ്മണനും വൃദ്ധനും കുട്ടിയും ഒരുപോലെ പൂജിക്കുന്നത്. മരണം സത്യമാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മനുഷ്യ മനസ്സിനെ ഏറ്റവും അധികം ആശങ്കാകുലമാക്കുന്ന ചിന്തയാണ് മരണഭയം. മനസ്സിനെ ഇത്രയും അഗാധമായി തീവ്രമായി സ്പർശിക്കുന്ന വേറൊരു ചിന്തയില്ല തന്നെ. സുഖമായാലും പ്രണയമായാലും ആനന്ദ നിർവൃതിയായാലും അതിനൊപ്പം ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ശിവൻ ശ്മശാനത്തിൽ ചെന്നിരിക്കുന്നതും ചുടലഭസ്മം ശരീരത്തിൽ പൂശുന്നതും. ശ്മശാനഭൂമിക്ക് കായാന്തമെന്നും പറയാറുണ്ട്. കായമെന്നാൽ ശരീരം, അന്തമെന്നാൽ അവസാനം. അപ്പോൾ കായാന്തമെന്നാൽ ശരീരം അവസാനിക്കുന്ന ഇടം. അതുതന്നെയാണല്ലോ ശ്മശാനം. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ രാജാവെന്നോ യാചകനെന്നോ ഇല്ല. എല്ലാം വെറും ജഡം മാത്രം. എരിഞ്ഞു തീരുമ്പോൾ തിരിച്ചറിയാനാവാത്ത ഒരു പിടി ചാരം. ശിവന്റെ ജീവിതത്തിന്റെ പൊരുളറിഞ്ഞാൽ നമ്മെ നാം അറിയും. അല്പകാലം മാത്രമുള്ള മനുഷ്യജീവിതത്തിന്റെ നിസ്സാരത നമുക്ക് ബോധ്യമാവും. അഹങ്കാരവും ആഡംബരവുമെല്ലാം ഒന്നുമല്ലെന്ന് നാം തിരിച്ചറിയും. ജീവിതത്തിന്റെ സത്യമറിഞ്ഞ ഏതൊരാൾക്കും മരണത്തെ ഒരു മഹാദുരന്തമായി കാണാനാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മരണം മറ്റൊരു നിമിഷം മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ അടിസ്ഥാനപരമായി രണ്ട് ശക്തികൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ളത്, രണ്ടാമത്തേത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം. എന്നാൽ അനന്തതയിലേക്കാണ് നമ്മുടെ കാഴ്ചയെങ്കിൽ ആന്തരികോർജം മുഴുവൻ അതിൽ കേന്ദ്രീകരിച്ചിരിക്കും. അതുകൊണ്ടുതന്നെ ജീവിതം ഊർജ്ജസ്വലമായിരിക്കും. ആത്മീയത എന്ന അനന്തത ആഗ്രഹിക്കുന്നവർക്ക് ശിവതത്വങ്ങൾ പിന്തുടരാം. സംഹാരകനെന്ന നിലയിലാണ് ശിവൻ വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. എല്ലാം സംഹരിക്കുന്നവൻ എന്നതിനർത്ഥം കൽപ്പിക്കേണ്ടതില്ല. വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കുമ്പോൾ ചിലർ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് മുറവിളി കൂട്ടുന്നത് കാണാം.
മരണം അവർ അംഗീകരിക്കുന്നില്ല. എന്നാൽ ശവത്തിന് തീ കൊടുത്തു കഴിഞ്ഞാലോ? എല്ലാവരും അവിടെ നിന്ന് അകലും. ഇതാണ് പരമമായ സത്യം. ഇവിടെ ശരിതെറ്റുകളുടെ പ്രശ്നമില്ല. പരിമിതമായ ബോധവും പരമമായ സത്യവും തമ്മിലാണ് ഇവിടെ വടംവലി. പൊതുവെ എല്ലാവരും ഈശ്വരവിശ്വാസികളാണെങ്കിലും അവർ പലപ്പോഴും ഈശ്വരനെ ഓർക്കുന്നത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. നമ്മുടെ നല്ല കാലത്ത് നാം ഈശ്വരനെ ഉൾപ്പെടെ എല്ലാം മറക്കുന്നു. എന്നാൽ കഷ്ടകാലത്തിൽ നാം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഭഗവാനെ വിളിച്ച് കേഴുന്നു. സമസ്താപരാധങ്ങൾ ഏറ്റുപറയുന്നു, രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ എന്റേത് എന്ന തോന്നലില്ലാതാകുമ്പോൾ മാത്രമാണ് നമ്മൾ സത്യത്തോടടുക്കുന്നത്. ശരീരമെന്നത് ഏത് നിമിഷവും നശിക്കാവുന്നതാണെന്നറിയണം, അംഗീകരിക്കണം. പ്രപഞ്ചത്തിന്റെ നീല പ്രിന്റാണ് ശിവലിംഗം. അതിന്റെ രൂപമാണ് ഐൻസ്റ്റീന്റെ E=mc². ശിവലിംഗ രൂപത്തിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിന്റെ സാങ്കേതിക ചിത്രീകരണമാണത്. അതിലൂടെ ആറ്റോമിക കണങ്ങൾ ഉയർന്ന് ആറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മഹാവിസ്ഫോടനം സംഭവിക്കുന്നു. എല്ലാ ന്യൂക്ലിയർ റിയാക്ടറുകളുടെയും ആകൃതി കൃത്യമായി ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. അത് ശിവലിംഗവും അതിലെ പൂജയ്ക്കായുള്ള ജലവും പോലെയാണ്. സൂക്ഷ്മതലത്തിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓട്ടോമിക് കണികകളുടെ ചലനവും സമാനമാണ്. ഇങ്ങനെ ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും ആധുനിക സയൻസും ശരിവച്ചിട്ടുണ്ട്.